ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ഇന്ന് മോനായിട്ട് സിം ആൻഡ് സാംസിൽ പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. സിം ആൻഡ് സാംസ് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തെ ഒബ്രോൺ മാളിൽ ആണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. PVRൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വളരെ സേഫായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേ ഏരിയയാണ്, ഇൻഡോർ പ്ലേ ഏരിയയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീസൊക്കെ വരുന്നത് ഹാഫ് ആൻ അവറിന് 399, അതേപോലെ 1 അവറിന് 499, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് പാരൻസിനൊക്കെ എൻട്രൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. അത് 199 ആണ് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ പാരൻസിനായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ സോക്സ് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേ സോക്സ് ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ അത് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻഡോർ പ്ലേ ഏരിയയാണ്. ഇവിടെയാണെങ്കിൽ ആ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ കുഷ്യൻസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുട്ടികൾ വീടിനാണെങ്കിൽ അവർക്ക് വലിയ ഹാംഫുൾ ആവാത്ത രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കിവിടുത്തെ ആ ഒരു കളർ തീമൊക്കെ വളരെ ഇഷ്ടമായിട്ടോ. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കാണെങ്കിൽ ഒരു പീസ്ഫുള്ളാണ് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. കുറേ എക്യുപ്മെൻറ്റ്സ് എനിക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനുള്ള അത്രയും സ്പേഷ്യസ് ആണ് ഇവിടുത്തെ ആ ഒരു ഇൻഡോർ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നതിൽ വെച്ചിട്ട് എനിക്കിതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അതായത് ഹാഫ് ആൻ അവർ ആണെന്നുണ്ടെങ്കിൽ 399, അതായത് 400. ഓക്കെ, ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇത്തിരി ഹൈ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ 1 അവർ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 499, 500 റുപ്പീസ് നമുക്കിവിടെ പേ ചെയ്യണം. ഇൻ കേസ് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയുണ്ടാവും. അതായത് പാരൻസ് അടുത്ത് വേണം എന്ന് വാശിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ പാരൻസിന് എൻ്റർ ചെയ്യണം. അപ്പോൾ അവർക്കുള്ള ചാർജും ഇത്തിരി കൂടുതലായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. 199, 200 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 1 അവർ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ചാർജ് എന്ന് വെച്ചാൽ വിത്ത് പാരൻസ് ഓൾമോസ്റ്റ് ഒരു 700 റുപ്പീസോളം വരും. ഓക്കെ, അപ്പോൾ അത് ഇത്തിരി ഹൈലി എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം തന്നെ വർക്കിംഗ് ആണ്. ആക്ച്വലി മിക്ക പ്ലേ ഏരിയാസിലും പോകുമ്പോഴും ഈ സംഭവമൊക്കെ വർക്കിംഗ് അല്ലാണ്ട് ഓഫാക്കിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കാരണം കുട്ടികൾക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവർക്ക് ആ ഒരു ഹാഫ് ആൻ അവർ ആയിക്കോട്ടെ 1 അവർ ആയിക്കോട്ടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവിടെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ആകെയുള്ളൊരു ചെറിയൊരു പ്രോബ്ലമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ മാത്രമാണ് കേട്ടോ. അതിപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ എല്ലാവർക്കും തോന്നണം എന്നില്ല. മേ ബി ഞാൻ ഇതിന് മുന്നേ മോനായിട്ട് വേറെ പ്ലേ ഏരിയാസിലൊക്കെ പോയപ്പോൾ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. സാക്കുമോൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇവിടെ ഉണ്ടാകും. ഈ ഒരു സ്പേസ് അവനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നുണ്ട്. കുറേ ബോൾസും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഭയങ്കര നീറ്റാണ്. പിന്നെ നല്ല ഒരു സ്പെഷ്യൽ കളേഴ്സാണ് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലത്തെ കളേഴ്സായിട്ടാണ് കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ആ ഒരു പ്ലേ ഏരിയൻ്റെ ഇതൊക്കെ മിക്കയിടത്തും ഒരേപോലെ. പക്ഷെ ഇവിടെ ഇത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഇവിടുത്തെ കളർ തീമും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണ് ആക്ച്വലി. മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒട്ടും വർക്കിംഗ് അല്ല. മീൻസ് അവരത് ഒന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടേക്കണായിരിക്കും, ചിലത് കംപ്ലൈൻ്റ് ആയിട്ട് ഇട്ടേക്കണായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നല്ല, എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഈ കണ്ട കുട്ടികളാണെങ്കിലും അതിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി അതിൽ മുഴുകിയാണ് നിൽക്കണത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിലും നല്ല രസമുണ്ടായിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. പിയാനോ അതും അതിൽ ചവിട്ടുമ്പോഴൊക്കെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ആക്ച്വലി പണ്ട് ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊന്നും കാണാനേ കിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഫുള്ളാണ്. അവർക്കിത്
ഇത്രയും സംഭവങ്ങൾ കളിക്കാൻ പൈസ കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ കാണാത്ത പലതും അവർ ഇന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ബ്ലോക്സാണ് കേട്ടോ, ഒരു വീടിൻ്റെ ഷേപ്പിൽ അതിൻ്റെ മതിൽ നമ്മൾ ബ്ലോക്സ് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ജാക്കുമോൻ എല്ലാത്തിലും അങ്ങനെ കുറേ നേരമൊന്നും നിൽക്കില്ല കേട്ടോ. അവനിക്ക് കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ ബോറടിക്കാൻ തുടങ്ങും. ആകെ കളിച്ചത്, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ആ ചെറിയ ചെറിയ ബോൾസ് ഇട്ടേക്കുന്ന സംഭവമില്ലേ, അതിലായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ കളിച്ചത്. എല്ലാത്തിലും കുറച്ച് നേരം 1 ടൈം മാത്രമേ ഇങ്ങനെ കളിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും ആ ബോളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മറ്റേത് ഇത് നല്ല രസമുണ്ട്. ഇതിൽ കയറിയിട്ടാണെങ്കിലും കുറച്ച് നേരം അവൻ കളിച്ചായിരുന്നു. പിന്നെ മിക്കതിലും അവൻ കയറിയില്ലായിരുന്നു, എന്തോ പേടി കാരണമാണോ എന്തോ ഇഷ്ടമായിട്ടാണോ എന്താണെന്നറിയില്ല, പറഞ്ഞിട്ട് പോലും കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ സിംസാംസിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്നെപ്പോലെ തോന്നിയിട്ടുണ്ടോ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.